ജൈവ വൈവിധ്യ സംരക്ഷണം ആരുടെ കർത്തവ്യമാണ്? ഇത് സർക്കാരിൻ്റെയോ സന്നദ്ധ സംഘടനകളുടെയോ മാത്രം കുത്തകയല്ല എന്ന് തെളിയിച്ചു രണ്ടാമത് ദേശീയ ജൈവ വൈവിധ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ഹരിത സംഗമം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ സന്ദേശവുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മൂന്നാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിലെ ഹരിത സംഗമം ജൈവ വൈവിധ്യ സംരക്ഷകരുടെ കൂട്ടായ്മയിലൂടെ ശ്രദ്ധേയമായി. തലമുറകളിലൂടെ വാമൊഴിയായും വരമൊഴിയായും കൈമാറിക്കിട്ടിയ സമ്പന്നമായ അറിവുകളും സ്വയം രൂപപ്പെടുത്തിയെടുത്ത ചിന്തകളും സമന്വയിപ്പിച്ച കാർഷിക കണ്ടെത്തലുകളുടെ സംഗമവേദിയായി മൂന്നാമത് ദേശീയ ജൈവ വൈവിധ്യ കോൺഗ്രസ്. 20ഓളം ജൈവ വൈവിധ്യ സംരക്ഷകർ തങ്ങളുടെ കൃഷി ജൈവ സംരക്ഷണ അനുഭവങ്ങൾ ഹരിത സംഗമത്തിൽ പങ്കുവച്ചു. AV പുരുഷോത്തമ കമ്മത്ത് എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള 1.5 ഏക്കർ വിസ്തൃതിയുള്ള വീട്ടുവളപ്പ് അപൂർവ ഔഷധികളുടെ ശേഖരമാക്കി മാറ്റിയിരിക്കുകയാണ് ശ്രീ പുരുഷോത്തമ കമ്മത്ത്. 1000-ലേറെ ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് ഇവിടെ വളരുന്നത്. ഞാൻ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് താമസിക്കുന്നത്. എൻ്റെ തുടക്കം എന്നു വെച്ചാൽ ഞാനൊരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് എൻ്റെ ജനനം. അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് കൃഷിയോട് ചെറുപ്പം മുതലേ നല്ല താല്പര്യമായിരുന്നു. പിന്നെ മാധ്യമങ്ങളിലും ഇതിലെല്ലാം ഈ ചില ചെടികൾ വംശനാശ ഭീഷണിയാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് കുറച്ച് എണ്ണം സംരക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുറേ ശേഖരിച്ചു. ആദ്യം അതിനെപ്പറ്റി കൂടുതൽ അറിയാതെ ഇങ്ങനെ ചെടികൾ മാത്രമാണ് ശേഖരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഫാമിലി അറിയണമെന്നായി, സയൻറ്റിഫിക് നെയിം, അതിൻ്റെ ഗുണഗണങ്ങൾ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ലയിക്കുകയും ഇപ്പോൾ ഏകദേശം 1800ഓളം സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. അതിനെ ഒരു ഗ്രാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം കുളം, കിണർ, കൈത്തോടുകൾ, പക്ഷികൾ, ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു ബയോഡൈവേഴ്സിറ്റി. അതിൻ്റെ കേടുവന്ന തെങ്ങുകളൊന്നും ഞാനിപ്പോൾ വെട്ടി മാറ്റാറില്ല. അത് കിളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. മരം കൊത്തി പോലെയുള്ള കൂടുണ്ടാക്കുകയും പ്രകൃതിദത്തമായിട്ട് നാച്ചുറലായിട്ടുള്ള അതിൻ്റെ സംവിധാനം ഞാനതിന് സൗകര്യം ഒരുക്കുന്നെന്ന് മാത്രം. പ്രവീൺ കുമാർ കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ പ്രവീൺ കുമാർ നെയ്തൽ എന്ന പരിസ്ഥിതി സംഘടനയുടെ സാരഥിയാണ്. ഇവിടത്തെ തെക്കേ കടപ്പുറത്ത് മുട്ടയിടാനെത്തുന്ന ഒലീവ് റെഡ്ലി എന്ന ഇനം കടലാമകളുടെ സംരക്ഷണത്തിനായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. നെയ്തൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കടലാമ സംരക്ഷണത്തിലാണ്. കേരളത്തിൻ്റെ തീരങ്ങളിൽ സാധാരണയായിട്ട് മുട്ടയിടാൻ വേണ്ടി വരുന്ന ഒലിവ് റിഡ്ലി കടലാമകളുടെ സംരക്ഷണം. അപ്പം ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള തീര ജനത ഇതിൻ്റെ മുട്ടയും ഈ ഒലിവ് റിഡ്ലി കടലാമയുടെ മാംസവും ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ 10-13 വർഷമായിട്ട് നമ്മൾ ചെറിയൊരു ബോധവൽക്കരണത്തിലൂടെ ഒരു 10-22 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള തീര സമൂഹത്തിനെ മുഴുവനും ബോധവൽക്കരിച്ച് ഇപ്പോൾ കടലാമ മുട്ടകൾ ആരും എടുക്കാതെ കടലാമ മുട്ടകളൊക്കെ വിരിയിച്ച് കടലിലേക്ക് വിടുന്നൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെറിയ സംഘടനകളെ, വ്യക്തികളൊക്കെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 25 വർഷമായി കേരളത്തിലെ കാവുകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. കേരളത്തിലെ കാവുകളെക്കുറിച്ച് 25 വർഷം മുമ്പേ ഒരു പഠനം നടത്തുകയും ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്നൊരു പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ കാവുകൾ എന്ന ഇക്കോ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസബാഹ്യമായ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ പുസ്തകത്തിന് ശേഷം ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഔഷധ സസ്യങ്ങളുടെ, ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള ചെടികളുടെയൊക്കെ സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ടും കാവുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരുപാട് കാവുകൾ സന്ദർശിക്കുകയും അതിൻ്റെ പാരിസ്ഥിതികവും ഫോക്ലോർപരവുമായ പ്രത്യേകതകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാവ് എന്ന് പറയുന്നത് നിത്യഹരിത വനത്തിൻ്റെ ചെറുപതിപ്പുകളാണ്, ഗ്രാമത്തിൻ്റെ ശ്വാസകോശങ്ങളാണ്. അതിദ്രുതം നടന്നുകൊണ്ടിരിക്കുന്ന നശീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു പച്ചപ്പിൻ്റെ തുണ്ടെങ്കിലും കാവുകളുടെ പേരിൽ സംരക്ഷിക്കപ്പെടുന്നു.
പ്രത്യേകിച്ച് കേരളത്തിലെ 41 നദികളിൽ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളിൽ ഒട്ടുമിക്ക നദികളും ഉത്ഭവിക്കുന്നത് ഇടനാടൻ കുന്നുകളിൽ നിന്നാണ്. ഇടനാടൻ കുന്നുകളിൽ വേനലിലും അല്പമെങ്കിലും വെള്ളം എത്തിക്കുന്നത് അവിടെയൊക്കെ ചില കാവുകളുണ്ടെന്നും ഈ കാവുകളിൽ നിന്നാണ് പല നദികളുടെയും പ്രധാന കൈവഴികൾ ഉത്ഭവിക്കുന്നത് എന്നൊരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾക്ക്, പൂമ്പാറ്റകൾക്ക് ഒക്കെ ആരൂഢമായിട്ട് കാവുകൾ വർത്തിക്കുന്നു. NV ബാലകൃഷ്ണൻ. കോഴിക്കോട് അത്തോളി സ്വദേശിയായ NV ബാലകൃഷ്ണൻ നാടൻ പശുക്കളുടെ പരിപാലനത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. 12ഓളം നാടൻ ഇനത്തിൽപ്പെട്ട 40 പശുക്കളെ ഇദ്ദേഹം പരിപാലിക്കുന്നു. ഇക്കൂട്ടത്തിൽ മാണിക്യം എന്നു പേരുള്ള 61.5 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള വെച്ചൂർ പശു ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ പശു എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായി കഴിഞ്ഞു. നാടൻ പശു പരിപാലനം, പ്രകൃതി കൃഷി സംരക്ഷണം, പ്രകൃതി ജീവനം എന്നീ 3 ഇനത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ 12ഓളം ഇനത്തിൽപ്പെട്ട 40ഓളം പശുക്കളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനെ തീർത്തും പ്രകൃതിദത്തമായ രീതിയിലാണ് ഞാൻ വളർത്തുന്നത്. പശുവിനെ എത്ര മഴയുണ്ടെങ്കിലും മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും അനുവദിക്കുന്നു. പശുവിനെ തൊഴുത്തിൽ കെട്ടിയല്ല വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ എല്ലാ വിശേഷങ്ങളും കാലാവസ്ഥയും അനുഭവിക്കാനുള്ള അവകാശം പ്രകൃതിയിലുള്ള പശുക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവർക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പശുവിൻ്റെ രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ്. എൻ്റെ അടുത്ത് വർഗ്ഗനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 12 ഇനം പശുക്കൾ വെച്ചൂർ, കാസർഗോഡ്, ചെറുവള്ളി, ജവാരി, കിലാരി, റെഡ് സിന്ധി, നഗോരി, കൃഷ്ണവാലി അതീവ വർഗ്ഗനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പശുവാണ്. ലോകത്തിൽ ഇന്ന് 50ഓളം പശുക്കളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിലും ഫീമെയിലും എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ മാത്രമാണ് പശുവിന് കൊടുക്കുന്നത്. അരവിന്ദൻ. പാലക്കാട് പോമ്പ്ര സ്വദേശിയായ അരവിന്ദന്റെ കൃഷിയിടത്തിൽ 110ഓളം ഇനം വാഴകളാണ് വളരുന്നത്. ഇതിനു പുറമെ മറ്റു നിരവധി അപൂർവ വിളയിനങ്ങളെ സമ്പൂർണ്ണ ജൈവ രീതിയിൽ ഇദ്ദേഹം പരിപാലിച്ചു വരുന്നു. ഞാൻ കഴിഞ്ഞ 15 വർഷമാണ് കാർഷിക മേഖലയ്ക്ക് സജീവമായിട്ട് വന്നത്. അതിന് മുമ്പ് 2000 വരെ ഞാൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന, ഏറ്റവും ഒരു സംതൃപ്തി നൽകുന്നൊരു മേഖല എന്ന നിലയ്ക്കാണ് ഞാൻ കൃഷി തിരഞ്ഞെടുത്തത്. ഞാൻ ആദ്യം മുതൽക്കേ ഒരു കൃഷി സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിട്ട്, പാരമ്പര്യ രീതിയിൽ നിന്നിട്ട് നാളത്തെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു കൃഷി ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് നീങ്ങിയത്. ഞാൻ ആദ്യം തുടങ്ങിയത് വാഴകളുടെ ഒരു കളക്ഷനാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുട്ടിയാവുമ്പോൾ കണ്ടിരുന്ന പല നാടൻ വാഴകളും അന്യം നിന്ന് പോയിരിക്കുന്നു. അങ്ങനെ ഇന്ന് ഞാൻ 2015 വന്നപ്പോഴേക്ക് ഏതാണ്ട് 15 വർഷം കൊണ്ട് 112ഓളം ഇനം വാഴകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയവയും വിദേശത്തു നിന്നുള്ളവയായിട്ട് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതിനെനിക്ക് കർണാടക വാഴ ഗവേഷണ കേന്ദ്രത്തിൻ്റെതടക്കം എൻ്റെ പല സുഹൃത്തുക്കളുടെയും സഹായം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തത് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. ലോകത്തിലുള്ള ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്ന് എൻ്റെ അടുത്തുണ്ട്. അത് ഇന്ത്യയിൽ കായ്ക്കുന്നുണ്ട്, കായ്ക്കാത്തതുണ്ട്. കിവി, ചൈനയിലെ കിവി, അതുപോലെ ലിച്ചി അടക്കം ഇവിടെ കായ്ക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവയെ സംരക്ഷിക്കുന്നു. നാടൻ പശുക്കളെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഒരു വെച്ചൂരും ഒരു കാസർഗോഡിനും ഇപ്പം എൻ്റെ കൈവശമുണ്ട്. ഇവയിൽ നിന്ന് കിട്ടുന്ന ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് എൻ്റെ മുഴുവൻ വളപ്രയോഗവും. ജീവാമൃതം അടക്കം, പഞ്ചഗവ്യ അടക്കം എല്ലാ ജൈവവളങ്ങളും ഞാൻ എടുക്കുന്നു. ഞാനിത് പാലക്കാട് ജില്ലാ ജൈവ കർഷക സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ്. RG അരുൺദേവ്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ അരുൺദേവ് പശുപരിപാലനത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന കർഷകനാണ്. 80ഓളം പശുക്കളെ പരിപാലിക്കുന്നു. അതിൽ കൂടുതലും നാടൻ വെറൈറ്റികളായ കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ പശുക്കളെ, ഗീർ പശു, കപില എന്നീ ഇനങ്ങളിൽപ്പെട്ട നാടൻ പശു പരിപാലനം നടത്തുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലുൽപ്പന്നങ്ങൾ, അതുകൂടാതെ ജൈവ കീടനാശിനികൾ, അതുപോലെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വിപണിയിൽ വളരെ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. ഞാൻ ജൈവ കർഷക അവാർഡ് പല തവണ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിലെല്ലാം ഉപരി എനിക്ക് മാനസികമായി ഏറ്റവും കൂടുതൽ ഉല്ലാസം തരുന്നത് ഈ നാടൻ പശുക്കളുടെ കൂടെയുള്ള ഉല്ലാസയാത്രയാണ്. ആ രീതിയിൽ വളരെയധികം സാങ്കേതികമായ രീതിയിൽ
ഇന്നത്തെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പശുപരിപാലനം നടത്തിക്കൊണ്ട് പോകുന്നത്. ആർ രവീന്ദ്രൻ 270 കിലോഗ്രാം ഭാരമുള്ള കാച്ചിൽ വിളയിച്ചതിലൂടെ ലിംക ബുക്ക് ഓഫ് ഇന്ത്യൻ റെക്കോർഡിൽ ഇടം നേടിയ വ്യക്തിയാണ് രവീന്ദ്രൻ. തിരുവനന്തപുരം പോങ്ങുമൂട് സ്വദേശിയായ ആർ രവീന്ദ്രൻ ജൈവകൃഷി, മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുവാനും തൻ്റേതായ ശ്രമങ്ങൾ നടത്തിവരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പുതിയ രീതിയിൽ ചെയ്യുന്ന ഒരു വളമാണ്. അതായത് മാലിന്യങ്ങൾ സംസ്കരിച്ച് വളം ഉണ്ടാക്കിയെടുക്കുക. മാലിന്യങ്ങൾ ആഹാരസാധനത്തിൻ്റെ അവശിഷ്ടം വരെ ചേർത്ത് ഒരു ഹൃദയാമൃതം എന്നൊരു വളം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു 3 വർഷം കൊണ്ട് ഞാൻ അതിൻ്റെ ശ്രമിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത് ചെടികൾക്ക് ഉപയോഗിച്ച് ഫലഭൂയിഷ്ടമായിട്ട് നല്ല വളരാൻ, ചെടികൾക്ക് വളരാനുള്ള എല്ലാ പോഷക ഘടകങ്ങളും അതിലുണ്ടെന്ന് തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് CTC അവിടുന്ന് ഡയറക്ടറൊക്കെ വന്ന് നോക്കി. ഇപ്പോൾ ഹൈദരാബാദിൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിലേക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം അതേപോലെ ഡൽഹിയിൽ നിന്നും അടുത്ത മാർച്ച് 10 മുതൽ 13 വരെ ഉള്ള പ്രോഗ്രാമിന്, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടി പ്രോജക്റ്റ് അയക്കാൻ വേണ്ടി എനിക്ക് ലെറ്റർ വന്നു. അപ്പം ആ വിധത്തിൽ ചെയ്യുന്ന ടെറസ് കൃഷി, അതിലുപരി ഒരു പെർപ്പിൾ പാഷൻ ഫ്രൂട്ട്, അതായത് ബ്രസീലിൽ നിന്ന് വന്ന പാഷൻ ഫ്രൂട്ടാണ്. അത് പുളിയില്ല, മധുരമാണ്. ഡയബറ്റിക്, കൊളസ്ട്രോൾ, സന്ധിവാതം, ആസ്മ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ക്ഷീണം അകറ്റാൻ, വേദന സംഹാരി, കൈകാല് വിട്ടുവേദന, ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക്, ഹാർട്ട് അറ്റാക്ക് മാറ്റാൻ എല്ലാം നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു പഴവർഗ്ഗമാണ്. ഞാൻ ടെറസിൻ്റെ മുകളിൽ, രണ്ടാമത്തെ നില മുകളിൽ GI പൈപ്പ് കൊണ്ട് പന്തലിട്ട് തറയിൽ നട്ട് അതിൻ്റെ മുകളിൽ പടത്തി വിട്ടേക്കുകയാണ്. ഇപ്പം നമ്മൾ ലക്ഷങ്ങൾ രൂപ മുടക്കി ഇപ്പോൾ ഒരു മേൽക്കൂര ഷീറ്റ് ഉണ്ടാക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതിന് പകരം ഇതൊരു പന്തലാക്കി കഴിഞ്ഞാൽ വീടിനകത്ത് ചൂട് കേൾക്കുന്നില്ല. അതുപോലെ ഇഷ്ടം പോലെ നമുക്ക് കായ്ഫലം കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അതിൻ്റെ വിത്തുകൾ ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശ അജിത്ത് തിരുവനന്തപുരം കമലേശ്വരം സ്വദേശിയായ ആശ അജിത്ത് സ്വന്തം മട്ടുപ്പാവിലും 1 ഏക്കർ വിസ്തൃതിയുള്ള വീട്ടുവളപ്പിലുമായി ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പലയിനം പച്ചക്കറികളും വാഴയും മറ്റും 4 വർഷമായി കൃഷി ചെയ്തു വരുന്നു. ഞാൻ എൻ്റെ വീട്ടിനാവശ്യമായ പച്ചക്കറി എൻ്റെ മട്ടുപ്പാവിൽ തന്നെ കൃഷി ചെയ്യുന്നു. അതിൻ്റെ ആവശ്യത്തിനായി 2 പശുവിനെ വളർത്തുന്നുണ്ട്. പശുവിൽ നിന്ന് പാലും കിട്ടുന്നുണ്ട്. അതിൻ്റെ സ്ലറിയിൽ നിന്ന് വളം കിട്ടുന്നുണ്ട്. ഗ്യാസ് ലാഭമുണ്ട്. എൻ്റെ പാലും മുട്ടയൊക്കെ അടുത്ത അയൽപ്പക്കത്തെ വീട്ടുകാർക്ക് അത്യാവശ്യത്തിന് കൊടുക്കുന്നുമുണ്ട്. പച്ചക്കറി എൻ്റെ വീട്ടിലാവശ്യമായി ധാരാളം കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ സിറ്റിക്കകത്ത് പശുവിനെ വളർത്തുന്ന എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നാറുണ്ട്. പക്ഷേ എനിക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വൈക്കോല് വാങ്ങാനും വിളിച്ചു പറഞ്ഞാൽ വീട്ടിലെത്തും, കാലിത്തീറ്റ വീട്ടിലെത്തും, എല്ലാം എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല. പിന്നെ പുല്ലാണെങ്കിലും സ്വീച്ച് ഫാമിൽ നിന്ന് കൊണ്ടിടും. പശുവിനെ വളർത്തുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ കുടുംബം മൊത്തം അതിനു വേണ്ടി സഹായിക്കും എന്നെ. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഗ്യാസ് ഒത്തിരി ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പാചകത്തിനുള്ളതും അതിൽ കൂടുതലും എനിക്കത് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്ലറി ഉപയോഗിച്ച് ഞാൻ മട്ടുപ്രാവ് കൃഷി ചെയ്യുന്നു, പുല്ല് കൃഷി ചെയ്യുന്നു, അത്യാവശ്യത്തിനുള്ള വാഴ കൃഷി എല്ലാം ഉണ്ട്. അജയ് പി നീർപക്ഷികൾ മുട്ടയിട്ട് പെരുകാനും കൂടുകൂട്ടാനുമായി എത്തുന്ന സ്ഥലങ്ങളാണ് കൊറ്റില്ലങ്ങൾ. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലും തോട്ടങ്ങളിലും ജലാശയങ്ങളുടെ തീരത്തും കൊറ്റില്ലങ്ങൾ കാണപ്പെടുന്നു. ഇവയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിലമ്പൂർ സ്വദേശിയായ അജയ്. നമുക്കറിയാം, നീർത്തടങ്ങളുടെ ഭക്ഷ്യശൃംഖല ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് പക്ഷികളാണ്. വേമ്പനാട് മേഖലയിൽ വളരെ ഭീഷണി നേരിടുന്ന ചേരക്കോഴികൾ, കഷണ്ടിക്കൊക്ക് എന്നീ പറയുന്ന പക്ഷികൾ കൂടുകെട്ടി കുഞ്ഞുങ്ങളെ വിരിയിച്ചു പോകുന്ന അനവധി കൊറ്റില്ലങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊറ്റില്ലങ്ങളുടെ ഒരു വലിയ പ്രശ്നം, ഈ പക്ഷികൾ മുഖ്യമായും മത്സ്യത്തെ ആശ്രയിച്ച് അവയുടെ ജീവിതം കഴിക്കുന്നതിനാൽ അത് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ കൂട് കെട്ടുമ്പോൾ ആ കൂടുകളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളും അവയുടെ കാഷ്ടത്തിൻ്റെ ദുർഗന്ധവുമൊക്കെ മൂലം ആളുകൾ ഈ പക്ഷികളെ അവിടെ നിന്ന് തുരത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം വേണം എന്നതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്ത് കാര്യമായ സർവേ നടത്തുകയും ഈ പക്ഷികൾ കൂടുകെട്ടുന്ന മരങ്ങൾ നശിപ്പിക്കുന്ന പ്രവണതകൾ, പക്ഷികളുടെ കുഞ്ഞുങ്ങളെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന പ്രവണതകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. കേരള വനം വകുപ്പ്
കേരള സംസ്ഥാന വൈവിധ്യ ബോർഡ് എന്നിവരുടെ സഹകരണത്തോടു കൂടി ഇവയെ സംരക്ഷിക്കാനുള്ള പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു. 2009 കേരള വനം വകുപ്പ് നമ്മളെ സഹായിക്കുകയും 2011-ലും 2012-ലും കേരള ജൈവവൈവിധ്യ ബോർഡിൻ്റെ സഹായത്തോടു കൂടിയും ഈ കൊറ്റില്യങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുകയുണ്ടായി. സുബ്രഹ്മണ്യൻ കൊടുങ്ങല്ലൂർ വേറിട്ട കൃഷി രീതികളിലൂടെ സ്വന്തം വീട്ടുവളപ്പിനെ അപൂർവ വൃക്ഷങ്ങളും സസ്യലതാദികളുമുള്ള ഒരു വനമാക്കി മാറ്റിയിരിക്കുന്നു. ഈ വനം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ അപൂർവ മാതൃകയാണ്. വനവൽക്കരണമാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. ഞാൻ അതിനുവേണ്ടി ഒരു 7 ഏക്കർ സ്ഥലത്ത് കിട്ടാവുന്ന എല്ലാ സസ്യങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുക, അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഞാനും എൻ്റെ വൈഫും ഒരു 12 വർഷമായിട്ട് പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 650 മഹാഗണി 12 വർഷം എത്തിയതുണ്ട്. പിന്നെ ഒരു 40 തരത്തിലുള്ള മാവ്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ പേരയ്ക്ക, ആപ്പിള്, ചാമ്പ, നെല്ലി, അതുകൂടാണ്ട് മുള ഒരു 8-9 തരം മുളകൾ, അങ്ങനെ എല്ലാ തരം ഫ്രൂട്ട്സ്. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് അതിലുള്ള പക്ഷികൾക്കും മറ്റും കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. കേരളത്തിലെ പ്രമുഖരായ 40ഓളം ചിത്രകാരന്മാർ പങ്കെടുത്ത പ്രകൃതിയും ജൈവ വൈവിധ്യവും പ്രമേയമാക്കിയുള്ള ചിത്രരചന ജൈവ വൈവിധ്യ കോൺഗ്രസിലെ വേറിട്ട കാഴ്ചയായി. വെളുമ്പാല, ഓണച്ചെണ്ണ, പുന്നാടൻ കൊണ്ടി, ചോമാല, കല്ലടിയാര്യൻ തുടങ്ങി അത്യപൂർവങ്ങളായ നെൽവിത്തിനങ്ങൾ, സന്ന ചെങ്കതലി, പെരുമാട്ടി, ഉദയം, സാബ എന്നിങ്ങനെ വിവിധ വാഴയിനങ്ങൾ, പൂക്കൾ, പൂമ്പാറ്റകൾ, പഴങ്ങൾ, കാട്ടറിവുകൾ വ്യത്യസ്തങ്ങളായ കാഴ്ചയൊരുക്കി ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രദർശനം വിജ്ഞാനപ്രദമായിരുന്നു. മുളയുടെ വൈവിധ്യം, ചേമ്പിൻ്റെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും വൈവിധ്യം, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മണ്ണിനങ്ങൾ, അപൂർവ ഇനം ശലഭങ്ങൾ, മണ്ണിരകൾ, പാമ്പുകൾ, വനപുഷ്പങ്ങൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ വിലപ്പെട്ട ജൈവസമ്പത്തിനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു പ്രദർശനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് പുറമെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്ഷീരവികസന വകുപ്പ്, സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് തുടങ്ങി ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാരിതര സ്ഥാപനങ്ങളും പ്രദർശന സ്റ്റാളുകൾ ഒരുക്കി. കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ ഫോട്ടോ പ്രദർശനത്തിൽ വന്യജീവികളുടെയും കാടിന്റെയും സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഫ്രെയിമുകളിൽ ഒതുക്കി പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിച്ചു. കർഷകനെന്ന് പറയുമ്പം കേവലം ഒരു നെൽകൃഷിയോ അല്ലെങ്കിൽ ഒരു നാളികേര കൃഷിയോ ചെയ്യുന്നവരല്ല. ഈ കൃഷിയും ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ എന്താ പറയുക ഒരു സംയോജിതമായിട്ടുള്ള ഒരു കൃഷി രീതികളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റം വന്നിരിക്കുന്നു. നമ്മുടെ ഈ പശുവിൻ്റെ ഇനങ്ങൾ തന്നെ ഇന്നിപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഭാവിയിൽ ജൈവ വൈവിധ്യ ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ അറിവുകളെ സ്വാംശീകരിച്ച് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായിരിക്കും ഇനി ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പുതിയ പ്രോജക്റ്റുകളും പ്രോഗ്രാംസും എങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ജൈവ കർഷകരെ അല്ലെങ്കിൽ നമ്മുടെ കൃഷി രംഗത്തെ കർഷകർക്കെല്ലാം ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പം ഇനി നമുക്ക് ആലോചിക്കേണ്ടത്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളുടെ സംരക്ഷണം, ജൈവ കൃഷി പ്രോത്സാഹനത്തിലൂടെ പ്രാദേശിക കാർഷിക ജൈവ വൈവിധ്യത്തെ നിലനിർത്തുക, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ലക്ഷ്യം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടിഷ്യൂ കൾച്ചർ വാഴ കൃഷിക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകും. തെങ്ങ് കൃഷിയെക്കുറിച്ച് പരിശീലനം. ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പുതിയ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും നിലവിലുള്ള ഫലസസ്യത്തോട്ടങ്ങൾ വിപുലീകരിക്കുന്നതിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകുന്നു. ഇതനുസരിച്ച് വാഴ, പൈനാപ്പിൾ, ടിഷ്യൂ കൾച്ചർ വാഴ എന്നിവയ്ക്കാണ് ധനസഹായം നൽകുക. വാഴയ്ക്കും പൈനാപ്പിളിനും ഹെക്ടറിന് 26,250 രൂപ എന്ന നിരക്കിൽ സഹായം ലഭിക്കും. ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് ഒരു ഹെക്ടറിന് 37,500 രൂപയാണ് ധനസഹായം. ഒരു ഗുണഭോക്താവിന് പരമാവധി 4 ഹെക്ടർ സ്ഥലത്തേക്കായിരിക്കും ഹോർട്ടിക്കൾച്ചർ മിഷൻ സാമ്പത്തിക സഹായം നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047123308557. പാരിസ്ഥിതിക വികസന പഠന കേന്ദ്രം ജലപരിപോഷണത്തിന് മികച്ച നൈലോൺ ടാങ്കുകൾ തയ്യാറാക്കി. കോൺക്രീറ്റ് ടാങ്കുകൾ, ഫൈബർ ടാങ്കുകൾ എന്നിവയേക്കാൾ ചെലവ് കുറവാണ് നൈലോൺ ടാങ്കുകൾക്ക്. മഴവെള്ള കൊയ്ത്തിനും മേൽക്കൂരയിൽ നിന്നും പാഴായി പോകുന്ന വെള്ളത്തെ കുടിവെള്ളമാക്കുന്നതിനും നൈലോൺ ടാങ്കുകൾ സഹായിക്കും. സുസ്ഥിര എന്ന നൈലോൺ ടാങ്കുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് പാരിസ്ഥിതിക വികസന പഠന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049726500170. കുറിയ തെങ്ങുകളും നെടിയ തെങ്ങുകളും നടേണ്ട രീതികളും പരിപാലനവും ഉൾപ്പെടെയുള്ള തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള സാങ്കേതിക സഹായം കാസർഗോഡ് CPCRIയിൽ നിന്നും ലഭ്യമാണ്. തെങ്ങിൽ നിന്നും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക കൃഷി രീതികളും തെങ്ങിന്റെ കീടങ്ങളെ തുരത്തുന്ന പുതിയ കൃഷി മാതൃകകളും CPCRIയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ ഇനം തെങ്ങിൻ തൈകളും ഇവിടെ നിന്നും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കർഷകർക്ക് ബന്ധപ്പെടാൻ CPCRIയുടെ ഫോൺ നമ്പർ 049942322894. കൊല്ലം ആയൂർ തോട്ടത്തറയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഹാച്ചറി സമുച്ചയം തയ്യാറാക്കും. പേരന്റ് സ്റ്റോക്ക് കോഴികളെ വളർത്തി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനാണ് പദ്ധതി. ഇതോടൊപ്പം കോഴി വളർത്തൽ പരിശീലനം നൽകുവാനുള്ള മികച്ച ഒരു പൗൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും വരും. ആദ്യഘട്ടത്തിൽ ഹാച്ചറി മാനേജ്മെന്റ് ആൻഡ് ചിക്ക് സെക്സിംഗ് എന്ന വിഷയത്തിൽ പ്രതിമാസം 2000 രൂപ സ്റ്റൈഫൻഡോടുകൂടി VHSC പാസ്സായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ 9447011377. റബ്ബർ തോട്ടങ്ങളിലെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിന് സ്വീകരിക്കേണ്ടുന്ന നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 27-ന് ഏകദിന പരിശീലനം നൽകുന്നു. പരിശീലന ഫീസ് 400 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 048123511313. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ആടുകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ ഈ മാസം 30, 31 തീയതികളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നു. ആട് ഫാമുകളുടെ നിർമ്മാണം, നടത്തിപ്പ്, ആടുകളുടെ പ്രജനനം, തീറ്റക്രമം, ആട്ടിൻ പാലുൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസ് ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുക. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487237073. മൊബൈൽ നമ്പർ 9539967511. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,200, വെളിച്ചെണ്ണ തൃശൂർ 13,900, കൊപ്ര കൊച്ചി 9,270, കൊപ്ര കോഴിക്കോട് 10,000, കൊപ്ര തൃശൂർ 9,410, കുരുമുളക് അൺഗാർബിൾഡ് 55,000, കുരുമുളക് ഗാർബിൾഡ് 58,000, ചുക്ക് മീഡിയം 21,250, ചുക്ക് ബെസ്റ്റ് 23,250, മഞ്ഞൾ സേലം 8,600, മഞ്ഞൾ ഈറോഡ് 8,900, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,300, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,400. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 13,700 രൂപ, കൊപ്ര 9,270, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500, പിണ്ണാക്ക് റോട്ടറി 2,900,
കുരുമുളക് അൺഗാർബിൾഡ് 55,000, കുരുമുളക് ഗാർബിൾഡ് 58,000. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 9,900, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 290-നും 310-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 520-നും 550-നും മധ്യേ, ജാതിപത്രി 800-നും 900-നും മധ്യേ, ഗ്രാമ്പൂ 850-നും 1,050-നും മധ്യേ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,300, ഒട്ടുപാൽ 7,900, ലാറ്റക്സ് 7,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് മികവ് നിലനിർത്തി. കാർഷിക മേഖലകളിൽ നിന്ന് പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയത് ശേഖരിക്കാൻ ഉത്തരേന്ത്യക്കാർ പെടുന്നതിനെ മത്സരിച്ചത് കണ്ട് ചില കയറ്റുമതി സ്ഥാപനങ്ങളും വിപണിയിൽ ഇറങ്ങി. 500 രൂപ ഉയർന്ന് 58,000 രൂപയിലാണ് ഗാർബിൾഡ് കുരുമുളകിന്റെ വ്യാപാരം നടന്നത്. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ലേലത്തിൽ വന്ന 14,061 കിലോഗ്രാം ഏലയ്ക്ക പൂർണ്ണമായി വിറ്റഴിഞ്ഞു. ആഭ്യന്തര വ്യാപാരികൾ ഏലയ്ക്ക വാങ്ങിക്കൂട്ടാൻ ലേലത്തിൽ കാണിച്ച ഉത്സാഹം മികച്ച ഇനങ്ങൾക്ക് കിലോ 1,002 രൂപ വരെ ഉറപ്പ് വരുത്താൻ സഹായിച്ചു. ശരാശരി ഇനങ്ങൾ 764 രൂപയിൽ ലേലം കൊണ്ടു. കൊപ്രക്ഷാമം രൂക്ഷമായി തുടരവെ ലക്ഷദ്വീപിൽ നിന്നുള്ള ചരക്ക് മംഗലാപുരം തുറമുഖത്ത് എത്തി. ഇറക്കുമതി കൊപ്രയുടെ ഗുണമേന്മ കണ്ട് ചരക്കെടുക്കാൻ ഓയിൽ മില്ലുകാർ തിടുക്കപ്പെട്ടു. കൊച്ചിയിൽ വെളിച്ചെണ്ണ 13,700 രൂപയിലും കൊപ്ര 9,270 രൂപയിലും ആണ്. സാമ്പത്തിക വർഷാന്ത്യമായതോടെ പ്രമുഖ ടയർ നിർമ്മാതാക്കൾ റബ്ബർ സംരംഭത്തിൽ നിന്ന് പിൻവലിഞ്ഞു. വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതിനാൽ മുഖ്യ വിപണികളിൽ ഷീറ്റ് സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 27.6. കൊച്ചി 33.8, 27.2. ആലപ്പുഴ 34.9, 26.8. പുനലൂർ 37.5, 23.5. തിരുവനന്തപുരം 35.4, 25.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.